ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിനെതിരെയായിട്ട് കേസ് ഫയൽ ആയിട്ടുണ്ട് കോർട്ടിൽ. വേറൊന്നല്ല, ഇത് പണ്ടേ ആശ്വാസ് സിനിമാസിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ പ്രിയദർശൻ സംവിധാനത്തിൽ വന്ന നമ്മുടെ ഒപ്പം സിനിമയില്, ആ സിനിമ നമുക്കറിയാം. ആ ഒരു സിനിമയില് ഒരു സ്ത്രീയുടെ പെർമിഷൻ ഇല്ലാതെ പുള്ളിക്കാരിയുടെ ആ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു വീഡിയോ സിനിമയിൽ കൊണ്ടുവന്നു, ആ പുള്ളിക്കാരി പോലും അറിയാതെ. അതുകൊണ്ട് ആ കേസിൽ ആ പുള്ളിക്കാരി തന്നെ ജയിച്ചു. എന്നിട്ട് കോമ്പൻസേഷൻ പുള്ളിക്കാരി കിട്ടി, അത് വേറെ കാര്യം. പിന്നെ കോർട്ടിന്റെ എക്സ്പെൻസ് ഉൾപ്പെടെ ആയിട്ട്. ഇത് ആശ്വാസ് സിനിമാസിന് ആദ്യമായിട്ടൊന്നും അല്ല, ഇതേപോലത്തെ ഒരു സിമിലർ കേസാണ് ഇപ്രാവശ്യം ദൃശ്യം 3 കാണാൻ സാധിക്കുന്നത്. ഇപ്രാവശ്യം എന്താന്ന് വെച്ചാല്, ഈ ദൃശ്യം സിനിമ നമുക്കറിയാം നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വന്ന സിനിമയാണ്. സിനിമയിൽ നമ്പർ പ്ലേറ്റ് ഉണ്ട് നമ്മുടെ ലാലേട്ടന്റെ കാറിന്. അപ്പൊ ആ നമ്പർ പ്ലേറ്റ് ശരിക്കും ഒരാളുടെ നമ്പർ പ്ലേറ്റ് ആണ് ശരിക്കും. അപ്പൊ അത് നിലവില് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അവർ വെച്ചത്, അല്ലെങ്കിൽ ഒരാളോട് ചോദിക്കാതെ ഞങ്ങൾ നമ്പർ പ്ലേറ്റ് അങ്ങ് വെച്ചാണ്. ആ ശരിക്കുള്ള ഒരു ഉടമസ്ഥൻ പോലും അറിയുന്നില്ല അയാളുടെ നമ്പർ പ്ലേറ്റ് ആണ് സിനിമയിലുള്ളതെന്ന്. എന്നിട്ട് അയാൾ അത് കണ്ടിട്ട്, സിനിമ കണ്ടിട്ടാണോ അതോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്ന് അറിഞ്ഞൂടാ, അയാൾ ഇപ്പോൾ അത് കോർട്ടിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ അനുമതി ഇല്ലാതെ ഇയാളുടെ നമ്പർ പ്ലേറ്റ് ഒരു സിനിമയിൽ ഉപയോഗിച്ചു എന്ന രീതിയിൽ. ഇപ്പൊ ദൃശ്യം സിനിമയ്ക്കെതിരെയായിട്ട് ഒരു ഫയൽ വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. എന്തായാലും അൺഫെയർ യൂസ് എന്ന രീതിയിലാണ് കേസ് വന്നിരിക്കുന്നത് ദൃശ്യം സിനിമേന്റെ മൂന്നാം ഭാഗത്തിന് ആശ്വാസ് സിനിമാസിന്. കാരണം ശരിക്കുള്ള ഒരു വെഹിക്കിൾ നമ്പറാണ് അയാളുടെ പോലും അറിവില്ലാതെ ഈ ഒരു സിനിമയിൽ ഉപയോഗിച്ചത്. സത്യം പറഞ്ഞ തെറ്റ് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ചോദിക്കലെങ്കിലും ചെയ്യണമായിരുന്നു. ഒന്നുമില്ല, വാഹന പരിവാഹനിൽ പോയി നോക്കി കിട്ടാവുന്നതാണ് അയാളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ. അയാളായിട്ട് ജസ്റ്റ് സംസാരിച്ച് ഒന്ന് ഒത്തുതീർപ്പാക്കുകയാണെങ്കിൽ അയാൾ നമ്പർ പ്ലേറ്റ് ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. പക്ഷെ അയാൾ അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് മോശമല്ലേ. എന്തായാലും അദ്ദേഹത്തിന് എന്തായാലും കേസ് ഫയലാക്കിയിട്ടുണ്ട്. എന്തായാലും ചോദിക്കാതെയും പറയാതെയും ചെയ്യാത്ത കാര്യമായതുകൊണ്ട് തന്നെ മിക്കവാറും ഒപ്പം സിനിമയിൽ സംഭവിച്ച പോലെ തന്നെ, ആ പെൺകുട്ടി ജയിച്ച പോലെ തന്നെ ഇതിൽ ഇയാൾ ജയിക്കാൻ ചാൻസ് കാണുന്നുണ്ട്. കാരണം ഒരാളുടെ അനുമതി ഇല്ലാതെയാണ് നമ്പർ പ്ലേറ്റ് ഒക്കെ എടുത്തിരിക്കുന്നത്. മറ്റേത് ജസ്റ്റ് ഒരു മുഖം കാണിച്ചതിന് ഇത്രയും വലിയ കേസ്. ഇതൊരു വെഹിക്കിൾ നമ്പർ പ്ലേറ്റ് ആണ് ആ സിനിമയിൽ ഓവറോളായിട്ട് യൂസ് ആക്കിയത്. അപ്പോൾ ഒരു പൈസ കോമ്പൻസേഷൻ ആയിട്ട് എന്തായാലും കൊടുക്കേണ്ടി വരും. പിന്നെ കോർട്ടിലെ എക്സ്പെൻസും അങ്ങനെയായിട്ട്. എന്തായാലും വലിയ രീതിയില്ലാതെ ഈ പരിപാടി വേഗം ഒതുക്കി തീർക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് സിനിമേന്റെ പ്രൊഡക്ഷൻ ഹൗസായ ആശ്വാസ് സിനിമാസ്. എന്നാലും ഒരു സീരിയസ്നെസ്സും ഇല്ലാതെയാണ് ദൃശ്യം സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ്. കാരണം അത്രയും നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സിനിമയാണിത്. കാരണം പാൻ ഇന്ത്യൻ സിനിമയാണ്, പല ഭാഷകളിൽ ഡബ് ചെയ്ത് റിലീസ് ചെയ്യുന്ന സിനിമയാണ്. ആ സിനിമയിലാണ് ഇതുപോലത്തെ ചെറിയ സില്ലി മിസ്റ്റേക്സ് ആണ് ഇതൊക്കെ ശ്രദ്ധിക്കണം. സത്യം പറഞ്ഞാൽ എന്തായാലും കേസ് ഫയൽ ആയിട്ടുണ്ട് നിലവില്. എന്തായാലും മിക്കവാറും അയാൾക്കായിരിക്കും ജയിക്കാൻ ചാൻസ് കാണുന്നത്. അല്ലെങ്കിൽ കോമ്പൻസേഷൻ ചെയ്ത് ഒതുക്കി തീർക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. നിങ്ങളുടെ അഭിപ്രായം ബുക്സ് ചെയ്യപ്പെടുക. എന്തായാലും കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ടും സിനിമ ന്യൂസിനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.